നമ്മുടെ കേരളത്തിലെ പല റെസ്റ്റോറൻറ്റ്സിലും വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 2 ലെഗ് പീസാണ്. യൂഷ്വലി ഇത് ഒരു ചിക്കനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്ത് അതിന് 4 പീസസായിട്ട് ഉപയോഗിക്കാം, അല്ല അതിൻ്റെ ലെഗ് പീസസ് മാത്രം ഉപയോഗിക്കാം. ഇവിടെ ഒരു 450 ഗ്രാമിൻ്റെ 2 പീസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർക്കാം. ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇത് നന്നായിട്ട് മീറ്റിലൊന്ന് റബ്ബ് ചെയ്ത് വെക്കുക. നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ കൊടുത്തു. ഇനി ഇത് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഫ്രിഡ്ജ് വെക്കുന്നതാണ് നല്ലത്. അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിക്സി ജാറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുക്കും. ഇവിടെ ഞാൻ ഒരു 10 ആൽമണ്ട്സ് ബദാമും 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ആ വെള്ളത്തോടു കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നല്ല ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യുക, അപ്പോൾ അരയാൻ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവോള, കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 3/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ അറബിക് ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ച മിക്സറിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. തൈര്, ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം, 2 ടേബിൾ സ്പൂൺ ക്രീം, കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയില ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക തവയിലിട്ടിട്ട്. അത് കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം, 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ വീണ്ടും ഇട്ട് ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കുക. നമ്മൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ സോൾട്ടോടെ ചേർക്കുകയാണ്. നമ്മൾ ഇറച്ചി മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കൂടാതെ ഇപ്പോൾ 1 ടീസ്പൂണോടെ ചേർത്തു. ഇത് നമ്മുടെ സെക്കൻഡ് മാരിനേഷനാണ്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഇത് ചേർക്കാം. ഫസ്റ്റ് മാരിനേറ്റ് കൊടുത്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഈ മാരിനേറ്റ് ചേർക്കാം. ഇത് നന്നായിട്ട് തട്ടി കൊടുക്കുക. ഈ ഒരു സെക്കൻഡ് മാരിനേഷൻ തട്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെക്കണം. അതാണ് ഇറച്ചിയുടെ രുചി. അപ്പോൾ ഈ മാരിനേഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് സ്മോക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു പീസ് ചാക്കോൾ വെക്കുക. ഇതൊന്ന് കത്തിച്ചെടുക്കാം. ഈ ചാക്കോള് നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ കട്ടോരിയിലേക്ക് വെക്കാം. ചെറിയൊരു ബോൾ എടുത്ത് അതിനകത്തേക്ക് വെക്കാം. ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഈ സ്മോക്കാണ് കവർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ സ്മോക്ക് എല്ലാം പോയി കഴിയുമ്പോൾ ഇതങ്ങ് മാറ്റാം. മാറ്റിയ ശേഷം ഇത് കവർ ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക സമയമുണ്ടെങ്കിൽ. സമയമില്ല എങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആ ബാക്കി പ്രൊസീജിയർ ചെയ്യാം.
ഞാനിവിടെ 2 hours മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എപ്പോഴും ബെസ്റ്റ് നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നതാണ്. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. ഒരു പാൻ വെക്കാം. കുറച്ച് ബട്ടർ ഇടാം. ചിക്കൻ നമുക്ക് 2 സൈഡും ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗണിങ് ആവശ്യമില്ല. നല്ലതായിട്ടൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ മാത്രം ആയാൽ മതി. ടേൺ ചെയ്യാം. ഇതേപോലെ ലൈറ്റ് ഒരു കളർ ആയാൽ മതി. ഈ ടേൺ ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് ഈ ഓയിലിലേക്ക് തന്നെ ഒരു ബേ ലീഫ്, ഒരു ചെറിയ കാടമം, ഒരു ഗ്രാമ്പു, വളരെ കുറച്ച് സ്പൈസസ് മതി. ഇതോടെ കൂടെ ഇടാം. അപ്പോൾ ചിക്കൻ 2 സൈഡും ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ബാക്കിയുള്ള മാരിനേഡ് മൊത്തം ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാനായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1.5 കപ്സ് വെള്ളം ചേർക്കാം. നല്ലൊരു തിള വരുന്ന വരെ ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കുറച്ച് വെക്കാം. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിടുക. എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 40 minutes ഒക്കെ എടുക്കും. ചെറിയ ഫ്ലെയിമിലാണല്ലോ കിടക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ ആ ചിക്കൻ ബോണിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ ഇത് കുക്ക് ചെയ്യണം. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമായിരുന്നു. ഗ്രേവിയൊക്കെ ആവശ്യത്തിന് തിക്നെസ് ഒക്കെ ആയിട്ടുണ്ട്. ഇത് എടുക്കാറായിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്ക്ഡും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം ചേർക്കാനായിട്ടുണ്ട്. നമ്മൾ ആദ്യം സെക്കൻഡ് മാരിനേഷനിൽ കുറച്ച് ക്രീം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ ക്രീം കൂടെ ചേർക്കാം. ക്രീം, പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഷുഗർ മിക്സ് ചെയ്ത ശേഷം ഓഫ് ചെയ്യുക. ഷുഗർ ഇടുന്നത് അതിൻ്റെ പുളിയും നമ്മൾ തൈരൊക്കെ ചേർത്തതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാനായിട്ടാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പീസിലേക്ക് ഇടാം, പ്ലേറ്റിലേക്ക്. ഇനി ഗ്രേവി പുറത്തേക്ക് ഒഴിക്കാം. കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ പാഴ്സലോ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. നല്ലൊരു ക്രീമി ഫ്ലേവർ ഉള്ള ഒരു ചിക്കനാണ് ഈ അഫ്ഗാനി ചിക്കൻ. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് അഫ്ഗാനി നാൻ്റെ കൂടെയോ അല്ലെങ്കിൽ ടർക്കിഷ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കൂടാതെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.